ചെറുപ്പക്കാരില്ലാത്ത ബീഹാർ ഗ്രാമങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് കാലത്തെ പ്രധാന ചർച്ചാ വിഷയമാണ്. നമ്മൾ പലപ്പോഴും പല ആളുകളെയും തൊട്ടടുത്ത് കാണുമ്പോൾ അസാമീസ് എന്നായിരുന്നു പണ്ട് വിളിച്ചിരുന്നത്, ഇല്ലെങ്കിൽ ബംഗാളീസ് എന്ന് വിളിച്ചിരുന്നു. ബീഹാറുകളിൽ നിന്നുള്ള ഒരുപാട് പേര് നമ്മുടെ നാട്ടിലുമൊക്കെ വന്ന് പണി ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതിനേക്കാൾ കൂടുതൽ ആളുകൾ ദില്ലിയിലും മുംബൈയിലും അടക്കമുള്ള മഹാനഗരങ്ങളിലുണ്ട്. ബീഹാറിൽ 18 വയസ്സ് പൂർത്തിയാകുമ്പോൾ ബീഹാരികൾ ഗ്രാമങ്ങളിൽ നിന്ന് നാടുവിടും. പ്രത്യേകിച്ച് ചെറുപ്പക്കാരാണുങ്ങൾ ജോലിക്ക് വേണ്ടി ദില്ലിയിലേക്കും മുംബൈയിലേക്കും ഒക്കെ വണ്ടി കയറിപ്പോകും. കേരളത്തിലേക്കും ഒക്കെ വരാറുണ്ട്. ജോലി തേടിയുള്ള ഈ പലായനം അവസാനിപ്പിക്കുമെന്നാണ് എല്ലാ പാർട്ടികളുടെയും തിരഞ്ഞെടുപ്പ് വാഗ്ദാനം. ബീഹാറിൽ ഫാക്ടറികളും വ്യവസായങ്ങളും ആരംഭിച്ച് ജോലി ഉറപ്പാക്കണമെന്നാണ് ഗ്രാമവാസികളുടെ ആവശ്യം. ഞങ്ങളുടെ പ്രതിനിധി ആദിൽ പാലോട് റിപ്പോർട്ടർ വാർത്താ സംഘം ഒരു ബീഹാർ ഗ്രാമത്തിലേക്ക് പോയി അവിടുത്തെ ഒരു കാഴ്ച കണ്ടുവരാം. ഇനി തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ എന്തു വേണമെന്ന ചോദ്യത്തിന് തൊഴിൽ വേണമെന്ന് പറയുകയാണ് ബീഹാറിലെ ഗ്രാമവാസികൾ. അപകട എന്ന പേരുള്ള ഒരു ഗ്രാമത്തിലാണ് ഞാനുള്ളത്. എല്ലാ വീട്ടിന്റെയും മുറ്റത്ത് ഇങ്ങനെ പുല്ല് മുറിക്കാനുള്ള ഒരു യന്ത്രം കാണാം. ഇവിടെ നിന്നൊക്കെ 80% യുവാക്കൾ മറ്റ് സംസ്ഥാനങ്ങളിൽ ജോലിക്കായി പോയിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ ഗ്രാമവാസികൾ പറയുന്നത്. बाहर तो सब लोग गया हुआ है, सब लोग बाहर गया हुआ है, काम करने के लिए गया है. गांव में कोई रोजगार नहीं है. क्या करी थे नहीं फैक्ट्री क्या करते. क्या लगता है तेजस्वी बन रहे हैं मुख्यमंत्री? तेजस्वी जो आए वही दुख, कोई फायदा नहीं है. ये क्या है? गुटखा. बाहर जाता है, यहाँ फैक्ट्री ये नहीं है तो कहाँ कमाएगा, कहाँ जिएगा. तेजस्वी नीतीश कौन आएगा, कौन सीएम बनेगा? तेजस्वी बनेगा अबरी. और नया नौजवान के रोजी रोटी मिलना चाहिए, कर खाना फैक्ट्री ये सब चाहिए ना. 20 साल में क्या कोई फैक्ट्री लगाया, एक को लगाया है. 20 വർഷമായിട്ട് ഒരു ഫാക്ടറി ഇവിടെ നിതീഷ് കുമാർ ഉണ്ടാക്കിയിട്ടില്ല എന്നാണ് ഇവിടുത്തെ നാട്ടുകാർ പറയുന്നത്. इस गांव में कितने लोग बाहर गया हुआ? यहाँ के पूरा परिवार बाहर रहता है, जो कमाने के लिए नया युवक है सब अपना 18 साल से 12 साल तक सब लोग तो बाहर रह रहा है. यहाँ कोई रोजगार नहीं है. ഇവിടെ ജോലിയൊന്നുമില്ല. 18 വയസ്സായി കഴിയുമ്പോൾ തന്നെ ആളുകൾ പുറത്തേക്ക് പോകുന്നതാണ് ഇവിടുത്തെ പതിവ് എന്നാണ് ഇവിടുത്തെ ഒരു ചെറുപ്പക്കാരൻ പറയുന്നത്. ബീഹാറിലെ കുട്ടികളാണ്. ഇവർക്ക് വിദ്യാഭ്യാസം നൽകിയിട്ടും കാര്യമില്ല. ബീഹാറിൽ ജോലിയൊന്നുമില്ല എന്നാണ് ഗ്രാമവാസികൾ പറയുന്നത്. ഞങ്ങൾക്ക് ജോലി തരൂ സർക്കാരെ എന്ന് യുവാക്കൾ ആവശ്യപ്പെടുന്നു. ബീഹാറിലെ ഒരു ഗ്രാമത്തിൽ നിന്നും വീഡിയോ ജേർണലിസ്റ്റ് കണ്ണൻ പ്രസന്നനൊപ്പം റിപ്പോർട്ടർ ആദിൽ പാലോട്, ഇൻ റിപ്പോർട്ടർ പട്ന. ഓക്കെ, ആദിൽ പാലോട് കണ്ട ബീഹാറിലെ ഗ്രാമമാണ്. ചെറുപ്പക്കാരില്ലാത്ത ഗ്രാമങ്ങൾ ബീഹാറിലുണ്ട് എന്നുള്ളതാണ്. ഒരു കാലത്ത് നമ്മുടെ നാടും ഇതുപോലെ ആവും. പക്ഷേ നമ്മുടെ നാട്ടിൽ ചെറുപ്പക്കാരൊക്കെ വിദേശത്തേക്ക് പോയി അവരെ കുടിയേറി അവിടെ ജീവിക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. കുറച്ചുകൂടി മെച്ചപ്പെട്ട ജീവിത സാഹചര്യം തേടി പോവുകയാണ്, ഉന്നത വിദ്യാഭ്യാസമൊക്കെ കിട്ടിയതിന് ശേഷം. പക്ഷേ ബീഹാറിൽ നിന്ന് വരുന്ന ആളുകൾ ഏതെങ്കിലും ഈ ദിവസക്കൂലിക്ക് വേണ്ടിയുള്ള പണിയെടുക്കാൻ വേണ്ടിയിട്ടാണ് അവർ കയറി വരുന്നത്. അത്ര പരിതാപകരമാണ് ബീഹാറിൽ പലയിടത്തെയും കാഴ്ചകൾ. ദാരിദ്ര്യം എന്നുള്ളത് എന്താണെന്ന് അറിയണമെങ്കിൽ നിങ്ങൾ അങ്ങോട്ട് പോകണം. നമ്മുടെ നാടിപ്പോൾ അതിദാരിദ്ര്യ വിമുക്തമാവുകയാണ്. എല്ലാ സർക്കാരുകളുടെയും സേവനം അതിലുണ്ട്. ഏതെങ്കിലും ഒരു സർക്കാരിൻ്റെ മാത്രം നേട്ടമായി നമ്മൾ അതിനെടുത്ത് കാണിക്കേണ്ട. എല്ലാ കാലങ്ങളിലും വന്ന സർക്കാർ അതിനു വേണ്ടുന്ന ഗുണപരമായ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് എന്ന് തന്നെ പറയണം.